സോ ഞാൻ എന്തായാലും ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഭയങ്കരമായി ടയേർഡായിരിക്കാം. നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാം. എന്നാലും നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. കൗമുദി TV സാറ്റ് പവേർഡ് ബൈ ഒഡീസിയ ക്ലാസ്മേറ്റ്സ്. നമ്മുടെ കൂടെ 4 പേരാണുള്ളത്. എന്താണ് പേരെന്താണ്? എവിടുന്ന വരുന്നേ? മലപ്പുറം. 4 പേരും? 4 പേരുള്ള ഇനി വേറെ ഫ്രണ്ട്സ് ഉണ്ടോ? ഓരോരുത്തരും ഓരോ റൈഡിലാണോ? നിങ്ങളൊരു ഗ്രൂപ്പാണ്? എത്ര റൈഡ് കഴിഞ്ഞു? രാവിലെ വന്നതാണ്. മലപ്പുറം കാഴ്ചയാക്കിയത് ഭയങ്കര പാട്ടിലൊക്കെ ഭയങ്കര നന്നായി പാട്ട് പാടുന്നവരൊക്കെയല്ലേ? പാട്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടുന്നവരല്ലേ? ഒരു പാട്ട് പാടുവോ? ശ്രമിച്ചു നോക്ക്. മോശമല്ലേ? പാടൂല. എന്നാലും 4 പേരോട് ഒന്നിച്ച് പാടുവോ? പാടി നോക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഒഡീസിയുടെ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ്. ചെറിയൊരു ചോദ്യമാണ്, അധികം ചിന്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. അപ്പോൾ ഒഡീസിയുടെ നല്ലൊരു ഗിഫ്റ്റ് കിട്ടും. ഓക്കെ ഓക്കെ. തൂണില്ല പന്തൽ. തൂണില്ല പന്തൽ. ആകാശം. എന്തെങ്കിലും വേറെ ആൻസർ ഉണ്ടോ? ഉത്തരം ശരിയാണ്. എങ്ങനെയാ അറിയാവുന്നത് ആകാശമാണ്? ഇത്ര പെട്ടെന്ന് ചിന്തിച്ച് ഇത്ര ഇതായിട്ട് പറഞ്ഞു. മലപ്പുറത്തെ ബുദ്ധി കുറച്ച് കൂടുതലാണ്. പാട്ട് പാടൂല, മലപ്പുറക്കാർക്ക് ബുദ്ധി മാത്രമേ ഉള്ളൂ. പാട്ട് അങ്ങനെ പാടാറില്ല. അപ്പൊ ഇനി പാടാൻ വേണേ? ഇനി പാടുന്നോ? നോക്കട്ടെ, ഒന്നിച്ച് പഠിക്കും. മലപ്പുറത്തെ ചെക്കന്മാരെ കണ്ടിക്ക, കൊള്ളാം, ഗംഭീരായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ റൗണ്ടിന് വേണ്ടിയാണ്. ഇനിയും റൗണ്ടുകളുണ്ട്, ഇനിയും ഗിഫ്റ്റ് ഉണ്ട്. ഒഡീസിയ നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റാണ്. ഓക്കെ, അടുത്തതൊരു ഗെയിം റൗണ്ടാണ്. റെഡിയല്ലേ നിങ്ങൾ? ഒരു ചെറിയ ഗെയിം. ഓക്കെ, ഇത് കഴിയുമ്പോഴും ഒഡീസിയയുടെ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്, ഈ അമ്മാഴ ആടിയിട്ടുണ്ടോ? ചെറിയ 2 ബോൾ വെച്ചൊക്കെ ചെയ്യാറില്ലേ? അതേ സാധനം തന്നെ 3 ബോൾ വെച്ചിട്ട് 3 എയറിലുണ്ടാവണം. 4 പേരും ഗെയിമിൽ പങ്കെടുക്കണം. ഓക്കെ, നോക്കി ആരാണ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ? 2 ചാൻസ് ഉണ്ട് കേട്ടോ. പോയി ഒന്നാമത്തെ തന്നെ പോയി. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ പുള്ളി കുറച്ചുകൂടെ നന്നായി ചെയ്യും. ഒന്ന് കൈയടിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പോയി. അതെ അതെ, ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. 2 കൈ കൊണ്ട് തന്നെ പറ്റുന്നില്ല. 2 കൈ ഉപയോഗിക്കാം. 2 കൈ ഉപയോഗിക്കാം. ഇത് പെമ്പിളാണ് കളിക്കുന്നില്ല. വളരെ മോശം. മലപ്പുറത്തുകാര് ആദ്യത്തെ ഗിഫ്റ്റ് മേടിച്ചു, പാട്ട് പാടി, എന്നിട്ട് ഇത് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രാക്ടീസിന് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഫുട്ബോൾ ഒരു ബോൾ ഇവിടെ ഇട്ടിട്ട് കളിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ മലപ്പുറംകാര് ഫുട്ബോളിലൊക്കെ ഭയങ്കര ഗംഭീരാണ്. ഇത് പറ്റുന്നില്ല. ഒന്നും കൂടെ ശ്രമിക്കുന്നു. ആർക്കെങ്കിലും കോൺഫിഡൻസോടെ ഒന്നും കൂടെ ശ്രമിക്കാൻ. 3 പോട്ടെ. അയ്യോ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റൗണ്ട് അങ്ങ് വിടാം. ഒഡീസയുടെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല, സാരില്ല. നമുക്ക് ഒരു റൗണ്ട് കൂടി ഉണ്ട്. അതാണ് ട്രഷർ ഹണ്ട്. ട്രഷർ ഹണ്ടിനകത്ത് ഈ റൗണ്ടിൽ ഒരു ക്ലൂ പറയും. ആ ക്ലൂ കേട്ടിട്ട് നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുക. അവിടെ നിന്ന് വേറൊരു ക്ലൂ കിട്ടും. അങ്ങനെ 3 ക്ലൂ ആണുള്ളത്. ഫൈനലി നിങ്ങൾക്കൊരു ട്രഷർ കിട്ടും. അപ്പോൾ ഈ റൗണ്ട് വിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്, ഒഡീസയിലേക്ക് നല്ലൊരു ഗിഫ്റ്റ് തരാൻ പോകുന്ന ഒരു സെലിബ്രിറ്റി ആയിരിക്കും. കൂടാതെ 3 മിനിറ്റാണ് ഇതിനുള്ളത്. ഇനി അഥവാ നിങ്ങൾ തെറ്റായ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഞാൻ വിസിൽ അടിക്കും. അപ്പോൾ ആ സമയത്ത് മനസ്സിലാക്കിയുള്ള തെറ്റായ ഡയറക്ഷനാണ് പോകുന്നത്. വേഗം ശരിയായ സ്ഥലത്തോട്ട് പോകാം. 3 മിനിറ്റേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് ക്ലൂ. ഞാൻ സിനിമയിലെ പുതിയ മാജിക്കാണ്. അങ്ങനെ എന്തെങ്കിലും ഇവിടെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഉണ്ട്, നോക്കാം. ഓടിക്കോ, നോക്കി ഓടിയോ. ദാഹം മാറ്റാൻ ഞാൻ സഹായിക്കുന്നു. ദാഹം മാറ്റാൻ ഞാൻ സഹായിക്കുന്നു. നോക്കൂ, ആരും അടുത്തെന്താ ദാഹം മാറ്റാൻ എന്താ സഹായിക്കുന്നത്?
പാലത്തിനടിയിലാണ് ഉണ്ട്. പാലത്തിനടിയിൽ ഞാനുണ്ട്. സമയം തീരാൻ പോവാണ്. പെട്ടെന്ന് നോക്കൂ, സമയം തീരാൻ പോവാണ്. കിട്ടിയില്ല, കിട്ടൂല കേട്ടോ. ഇതാ ഇപ്പൊ തീരെ സമയം. വേഗം നോക്കി തപ്പിക്കണ്ടുപിടിക്കാൻ നോക്കൂ. ഒഡീസിയുടെ ഗംഭീര ഒരു ഗിഫ്റ്റ് കിട്ടും. സമയം തീർന്നു. 3 മിനിറ്റ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സാറിൽ എന്താണ് നിങ്ങൾ 3 റൗണ്ടിൽ ഒരു പാട്ടൊക്കെ പാടി ഗംഭീരായിരുന്നു മൊത്തത്തിൽ. ഫസ്റ്റ് റൗണ്ടിൽ ഗിഫ്റ്റും കിട്ടി. സെക്കൻഡ് റൗണ്ട് കുറച്ച് ഡള്ളായിപ്പോയി, നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ ഫുൾ എനർജിയോടെ 3 റൗണ്ടിലും പങ്കെടുത്തു. എനിവേ കൺഗ്രാറ്റ്സ്. സോ നമുക്ക് ക്യാമറയെ നോക്കി സാറ്റ് എന്ന് പറയാം. സാറ്റ്. കൗമുദി TV സാറ്റ് പവേർഡ് ബൈ ഒഡീസിയ ക്ലാസ്മേറ്റിന്റെ ഈ എപ്പിസോഡിൽ വിൻ ചെയ്തവർക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ നിവേദ്യം എന്ന മൂവിയിലൂടെ നമുക്ക് പരിചിതനായ ആക്ടറും ഡയറക്ടറുമായ പത്മകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് സമ്മാനദാനത്തിന് വേണ്ടി. ഈ എപ്പിസോഡിൽ വിൻ ചെയ്തത് റംഷാദാണ്. കണ്ണൂരിൽ നിന്ന് വന്ന ഒരു വമ്പൻ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടി. സോ നമുക്ക് പത്മകുമാറിനെ ഈ വിധിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ്. സോ ഞാൻ മിക്ക സമയത്ത് ഒരു ഡയറക്ടറെ കാണുമ്പോൾ ചോദിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഡയറക്ടറും ആക്ടറും കൂടിയാണ്. അപ്പോൾ ആ രീതിക്ക് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുന്നത്? ഈസി ആയിരുന്നു ഒരു ആക്ടറായിട്ട് ഡയറക്ടറായി വരുമ്പോൾ? തീർച്ചയായിട്ടും ഈസിയാണ്. എനിക്കൊന്ന് ആക്ടേഴ്സ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആക്ടറുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവരെ മോൾഡ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി കൺവേ ചെയ്യാൻ എനിക്ക് വളരെ ഈസി ആയിരിക്കും. അവർ കംഫർട്ടബിൾ ആയിരിക്കും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ. വളരെ വിവാദമായിരുന്നു ആ സിനിമ. കാരണം നമ്മുടെ സബ്ജക്റ്റ് അത്ര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ പോയി. പടത്തിന് പണിപ്പുരയില്ല. കാരണം ഒരു വിഷയം ഒരു സ്വവർഗ പ്രണയമായിരുന്നു. കാരണം മലയാളിക്ക് എന്നും പരിചയമില്ലെന്ന് നടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് പ്രേക്ഷകർ സ്വീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ ആക്ച്വലി നമ്മളൊരു ഇംഗ്ലീഷ് മൂവി മിക്ക സമയത്തും വരുന്ന ഒരു സാധനമാണ്. ആൾക്കാർ പോയിട്ട് കാണാറുമുണ്ട്. വേറൊരു ലാംഗ്വേജ് വരുമ്പോൾ അത് ആൾക്കാർക്ക് ഒരു വിഷയമേ അല്ലാതെ. അതെ, ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പം ഫയർ വന്നു, ഇപ്രാവശ്യം ബ്ലൂ ഈസ് കളർ വന്നിരുന്നു. അതിനൊക്കെ എനിക്ക് സീറ്റ് കിട്ടാതെ നിന്ന് പോലും പടം കാണുമ്പോൾ അതേ മലയാളികൾ ഇത് അറിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സെനിക്ക് മനസ്സിലാകും. മനഃപൂർവ്വം പറയുന്നതാണ്, അത് ഇനി ഒളിച്ചോടുന്നതാണെന്ന് അറിയില്ല. മിക്ക സമയത്തും അങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റായിട്ട് ഒരു സിനിമ വിവാദം എടുത്താൽ അവരിലുള്ള ഒരു ആത്മകഥാംശം, കാരണം അവരുടെ ഒരു ബയോഗ്രഫിയെ സിനിമയിൽ കയറുന്നുണ്ടെന്ന് പേടിച്ച് പലതും പറയാൻ പഠിക്കും. അങ്ങനെ സംഭവിക്കാം. പക്ഷെ നമ്മൾ വളരെ ബോൾഡായിട്ട് തന്നെ ചെയ്തിരുന്നു. ഇന്നത്തെ വിൻ ചെയ്തിരിക്കുന്നത് റംഷാദാണ്, കണ്ണൂരിൽ നിന്ന് വന്നത്. ഇങ്ങനത്തെ ഗെയിംസിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ പഠിച്ചിരുന്ന സമയത്തും? ചില സമയത്തൊക്കെ. പക്ഷേ ഞാൻ കാണാറുണ്ട് കേട്ടോ ഈ പരിപാടി. എനിക്ക് ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടിരുന്നു. സെക്കൻഡ് സീസണിൽ ഒഡീസി ക്ലാസ്മേറ്റ്സ് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാതെ ജനങ്ങളുടെ മനസ്സിലൂടെ യാത്ര ചെയ്ത് അല്ലേ. ഇപ്പം പലർക്കും ഇങ്ങനെയുള്ള വേദികളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ചിലരുടെ ഒരു റിസർവ്ഡ് ഫാമിലിയിലായിരിക്കും. പക്ഷെ അവർക്ക് ടി വി കൂടെ കാണുമ്പോൾ ഫുൾ സ്പിരിറ്റ് നമുക്ക് പ്രോഗ്രാം കൊടുക്കാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു വിജയമാണ് അല്ലേ, വലിയൊരു വിജയമാണ്. അല്ല, ഞാൻ ശ്രദ്ധിച്ചു, അവർ വരുന്നതിന് മുന്നേ ശ്രദ്ധിച്ചു. നേരത്തെ ഫാമിലി വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ഈ പ്രോഗ്രാം. ഇപ്പൊ കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ് ഭയങ്കര ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത്. മാത്രമല്ല വണ്ടർലാൻഡിലൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗെയിം എന്നൊക്കെ പറയുമ്പോഴത്തേനും മുന്നോട്ട് ഓടി വരുന്നവരാണ്. അതെ, ഈ ട്രഷർ ഹണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ട്രഷർ ഉണ്ടാവും അല്ലേ. നമ്മളെ എയിം എന്ന് പറയുന്ന ട്രഷർ നമ്മളെ തേടി പിടിച്ച് കണ്ടെത്തണം അല്ലേ. അത് ഇവരെ പരിശീലിപ്പിക്കുകയാണ്, ചെറിയ രീതിയിൽ പരിശീലിപ്പിക്കലാണ്. എനിവേ റംഷാദ്, കണ്ണൂരിൽ നിന്ന് വന്ന റംഷാദും ടീമുമാണ് വിൻ ചെയ്യുന്നത്. അവർക്ക് ഒഡീസിയ നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായി കിട്ടാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? തകർത്തല്ലേ? ഇത് കാണാറുണ്ടോ ഈ പ്രോഗ്രാം? നല്ല മനോഹരമായ ഒരു പ്രോഗ്രാം അല്ലേ. നനഞ്ഞാണ് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ ഇന്ന് വിൻ ചെയ്തവർക്ക് ഒഡീസി നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായി കിട്ടുന്നത്. അവരൊക്കെ തോപ്പിച്ചിരുന്നു അല്ലേ. അത് മോശമായിട്ടോ, ഫാമിലിയൊക്കെ വന്നിട്ട് അവരെയൊക്കെ നിരാശയോടെ മടക്കി അയക്കുക. അതിന്റെ പ്രാക്ടീസ് ആണല്ലേ. വെരി ഗുഡ്. ഇപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എന്തായാലും കൺഗ്രാറ്റ്സ് ഈ പ്രോഗ്രാം ഒക്കെ എടുത്താൽ. ഈ കവർ നിറച്ച് ഒഡീസിയുടെ മനസ്സ് നിറഞ്ഞ സമ്മാനമാണ് അല്ലേ. അപ്പൊ നമുക്ക് പൂർണ്ണ മനസ്സോട് തന്നെ സ്വീകരിക്കാം അല്ലേ. അപ്പൊ കൺഗ്രാറ്റ്സ്.
സോ ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക്സ്. ഇവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നു, എന്തായാലും കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഈ പരിപാടി പാർട്ടായി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. കാരണം എനിക്കും ഈ കൗമുദി ടിവിയോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എൻ്റെ സിനിമ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾവേസ് ഒബ്ലീജ്ഡ് എന്നൊക്കെ പറയാം. താങ്ക്സ്. അപ്പോൾ എന്തായാലും ഇനിയും എപ്പിസോഡുകളിൽ വരിക, ഇനിയും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരിക. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥിരം റിവ്യൂവറാണ് ഞാൻ. ഇനിയും ഐ റിമെയിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൗമുദി TV സാറ്റ് പവേർഡ് ബൈ ഒഡീസിയ ക്ലാസ്മേറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ണൂരിൽ നിന്ന് വന്ന റംഷാദും ടീമുമാണ് ഗിഫ്റ്റുമായിട്ട് പോയത്. സോ ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റ്സ് ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിൽ ഒഡീസിയുടെ ഒരുപാട് ഗിഫ്റ്റുകളായി വീണ്ടും കാണാം. സോ ബൈ. Victory. Choose your destiny. Flawless victory.